തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിൽ വിള്ളലെന്ന സൂചന. നടൻ വിജയിയെ കൂടെ കൂട്ടാൻ രഹസ്യ നീക്കം ആരംഭിച്ച കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ നേതൃത്വത്തിലാണ് ശ്രമങ്ങൾ. വിവരങ്ങൾ എസ് ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് നൽകുക. ശ്രീകാന്ത്, ഈ അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണല്ലോ തമിഴ്നാട്. അവിടെയും ഇന്ത്യ സഖ്യത്തിൽ തമ്മിലടിയാണോ? മാത്രമല്ല, ഈ DMK-യുമായുള്ള ബന്ധം കൂടി വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യ സഖ്യത്തിന്റെ അവസ്ഥ വീണ്ടും പരിതാപകരമാകും. എന്താണ് ഈ തമിഴ്നാട്ടിൽ ഈ സഖ്യത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ശ്രീകാന്ത്? നേരത്തെ തന്നെ കുറച്ച് അസ്വാരസ്യങ്ങൾ കോൺഗ്രസും DMK-യും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ TVK വിജയുടെ നേതൃത്വത്തിൽ രംഗത്ത് വരുന്നത്. തുടർന്ന് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ TVK-യുമായി അടുക്കുന്നു എന്ന ചില സൂചനകൾ DMK നേതൃത്വത്തിന് കിട്ടുകയും ചെയ്തു. തുടർന്നാണ് ആ ബന്ധത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ DMK കഠിന പരിശ്രമം ഇപ്പോൾ നടത്തുന്നത്. നടൻ വിജയിയെ കൂടെ കൂട്ടുക എന്നതാണ് രഹസ്യ നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉള്ളത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. ഇതിന് തടയിടാൻ ഇപ്പോൾ MK സ്റ്റാലിൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സഹോദരൻ എന്ന് അഭിസംബോധന ചെയ്ത സ്റ്റാലിൻ കോൺഗ്രസുമായുള്ള ബന്ധം വൈകാരികവും ആശയപരവുമാണ് എന്നും പറയുകയുണ്ടായി. തന്നോടുള്ള രാഹുൽ ഗാന്ധിയുടെ സ്നേഹം വിലമതിക്കാനാകാത്തതാണെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി. ഈ അടുത്തിടെ സ്റ്റാലിന്റെ മകൻ കൂടിയായ അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ഈ കൈകൾ ഞങ്ങളെ വിട്ടു പോകില്ല എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തുകയും ചെയ്തിരുന്നു. അതായത് കോൺഗ്രസ് അകലുന്നു എന്നുള്ള സൂചന DMK-ക്ക് കൃത്യമായി കിട്ടിയിട്ടുണ്ട്. TVK വിജയ് പാർട്ടിയുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ചില നീക്കങ്ങൾ നടത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DMK അത് പരിഹരിക്കാൻ ശ്രമം നടത്തുന്നത്.